കൊച്ചേട്ടൻ നിന്നെ തല്ല് അങ്ങനെ സംഭവിച്ചെന്ന് വിശ്വസിക്കാൻ എനിക്ക് കഴിയുന്നില്ല. ആരെങ്കിലും ദേഷ്യത്തിലൊന്ന് നോക്കിയാൽ പോലും കൊച്ചേട്ടന് സഹിക്കുമായിരുന്നില്ല. എന്നിട്ടിപ്പോ കൊച്ചമ്മാവനാകെ മാറി. ആ സ്ത്രീ മാറ്റിയെടുത്തു. ഞാൻ പറഞ്ഞപ്പോഴൊന്നും അമ്മയ്ക്ക് വിശ്വാസം വന്നില്ലല്ലോ. ഇപ്പൊ നേരിട്ട് ബോധ്യപ്പെട്ടില്ലേ? അമ്മേ, കൊച്ചമ്മാവിന്റെ സ്വത്ത് കയ്യിലെടുത്ത് അവർക്ക് അമ്മാനും ആടണം. അതിനു വേണ്ടിയാ അവരീ അടവൊക്കെ പയറ്റുന്നത്. കൊച്ചമ്മാവന് അവകാശപ്പെട്ട സ്വത്ത് അങ്ങ് പിരിച്ചു കൊടുക്കുന്നതിൽ എന്താ തെറ്റ്? ഇങ്ങനെ പോയാ കൊച്ചമ്മാവൻ ഒരു ദിവസം നേരിട്ടത് ചോദിക്കും. അതിനു മുൻപ് അമ്മ തന്നെ അക്കാര്യത്തിലൊരു മുൻകൈ എടുക്കണം. നീ പറയുന്നത് കേട്ടാ തോന്നും ഞാൻ ആ സ്വത്തം കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുകയാണെന്ന്. എടി, കൊച്ചേട്ടൻ പാവമാണ്. പാവായതുകൊണ്ടല്ലേ ആ സ്ത്രീയുടെ പെരുമാറ്റത്തിലെ നാട്യം മനസ്സിലാക്കാത്തത്. കൊച്ചേട്ടന്റെ സ്വത്തും എന്റെ സ്വത്തും ഒരുമിച്ചിട്ടത് ഞാൻ പറഞ്ഞിട്ടാണോ? അല്ലല്ലോ. ചേട്ടത്തിയുടെ തീരുമാനമായിരുന്നു അത്. കൊച്ചേട്ടന്റെ പേരിൽ സ്വത്ത് എഴുതി വെച്ചാൽ ആരെങ്കിലും കൊച്ചേട്ടനെ കബളിപ്പിച്ച് അത് തട്ടിയെടുത്താലൊന്ന് ചേട്ടത്തി ഭയന്നു. അതുകൊണ്ടാണ് എന്റെ ഭാഗത്തിൽ അത് ഉൾപ്പെടുത്തിയത്. ഇപ്പം ഞാൻ അനുഭവിക്കുന്ന മനോവേദന കുറച്ചൊന്നുമല്ല. സർപ്പക്കാവിനകത്ത് കയറി കാർക്കിച്ചതുപോലെയായി. ഇറക്കാനും വയ്യ, തുപ്പാനും വയ്യ. ചേട്ടത്തിയോട് ഒരു വാക്ക് ചോദിക്കാതെ ഞാനത് ചെയ്യുന്നത് ന്യായമാണോ? നാളെ ഒരു ദിവസം ഇവിടെ കയറി വന്ന് ചേട്ടത്തി എന്നോട് ചോദിച്ചാലോ? കൊച്ചമ്മാവിന് മാറ്റം വന്നതുപോലെ വല്യമ്മയ്ക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ പുതിയ മേൽവിലാസം നമ്മളെ അറിയിക്കാതിരിക്കൂ? എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞിരുന്ന വല്യമ്മായി എത്ര പെട്ടെന്നാണ് നമ്മുടെ മുമ്പിൽ ഒരു കടങ്കഥയായി മാറിയത്. ചേട്ടത്തി വല്ല അപകടത്തിലും പെട്ടിരിക്കുമെന്ന എന്റെ സംശയം. കോയമ്പത്തൂരിലെ വീട്ടിൽ കൂട്ടം കൂടിയിരുന്ന റൗഡികളെ നീ ഓർക്കുന്നില്ലേ? ചേട്ടത്തി അവർ അപകടപ്പെടുത്തി കാണോ? ഈശ്വര, അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. കണ്ടില്ലെങ്കിലും വേണ്ടില്ല, ചേട്ടത്തി മുരുകനും എവിടെയെങ്കിലും സമാധാനമായി ജീവിക്കുന്നു എന്ന് കേട്ടാ മതി. കിടക്ക. ഈശ്വര, അമ്പലത്തിൽ വെച്ച് ആദ്യമായി സുഭദ്രയെ കണ്ട ദിവസം ഞാൻ ഓർക്കുന്നു. നിങ്ങൾ അമ്മാവനും അനന്തരവളും ഫ്രണ്ട്സിനെ പോലെയല്ലേ പെരുമാറിയിരുന്നത്? ഞാൻ ഈ വീട്ടിൽ വന്ന് കയറി എല്ലാം തകിടം മറിഞ്ഞു. എന്റെ അമ്മയെ എനിക്കറിയാവുന്നത് പോലെ നിങ്ങൾക്കാർക്കും അറിഞ്ഞൂടല്ലോ. ഞാൻ എന്റെ മോളെയും നോക്കി ഈശ്വര ഭജനവും എന്റെ കൊച്ചു ജോലിയൊക്കെയായി ഒതുങ്ങി കഴിയായിരുന്നു. ഈ വലിയ വീട്ടിലും സ്വത്തിലും ഒന്നും എനിക്കൊരു കൊതിയുമില്ല. ആ മനസ്സിന്റെ നിഷ്കളങ്കതയാണ് എന്നെ ആകർഷിച്ചത്. സുശീല ചേച്ചി സുഭദ്രയും കൂടി എന്നെ ഈ ബന്ധത്തിലേക്ക് വലിച്ചിഴക്കിയായിരുന്നു. അമ്മ പിന്നിൽ നിന്ന് എന്നെ ഉന്തിത്തള്ളി വിട്ടത് ചേട്ടന്റെ സ്വത്ത് മാത്രം കണ്ടിട്ടാണെന്നും എനിക്കറിയായിരുന്നു. ഇപ്പൊ എന്തായി? ഞാൻ സുശീല ചേച്ചിയുടെ സുഭദ്രയുടെയും കണ്ണിലെ കരടായി. ഈശ്വരനോട് പോലും ഞാൻ തെറ്റ് ചെയ്തു എന്ന തോന്നലാണ് എനിക്കിപ്പോ. അവൾ അടിച്ചത് ഒട്ടും ശരിയായില്ല. സുശീല ചേച്ചിയോടും സുഭദ്രയോടും ചേട്ടൻ ഇപ്പൊ കാണിക്കുന്നത് ശരിക്കും നന്ദി കേടാണ്. അമ്മാവനാണെന്നുള്ള ബഹുമാനം വേണ്ട, പക്ഷെ നന്ദിയെങ്കിലും വേണ്ടേ? ബന്ധുക്കളെല്ലാം ശത്രുക്കളെ പോലെ പെരുമാറിയപ്പോൾ കൊച്ചു മുതലാളി മാത്രമല്ലേ അവർക്ക് അഭയം കൊടുത്തത്? ജീവിതം എത്ര പെട്ടെന്നാണ് മാറുന്നത്. പ്രകൃതിയിൽ ഋതുക്കൾ മാറി മാറി വരുന്നത് പോലെ
സുശീലയുടെ മനസ്സിലെ നന്മയുടെ വിജയമായിരുന്നു സുകുമാരന്റെ വിവാഹം. പക്ഷേ കൊച്ചമ്മാവിന്റെ സ്വത്ത് കൊച്ചമ്മാവിന്റെ പേരിൽ തന്നെ ആക്കണം. ഇല്ലെങ്കിൽ എനിക്കും അമ്മയ്ക്കും ഈ വീട് വിട്ടു പോകേണ്ടി വരും. പക്ഷേ കൊച്ചേട്ടന്റെ സ്വത്തും എന്റെ സ്വത്തും ഒരുമിച്ചിട്ട് ചേട്ടത്തിയല്ലേ? ഞാനോ വക്കീൽ സാറോ പറഞ്ഞിട്ടല്ലല്ലോ. വിശാലാക്ഷി അമ്മാളോട് ഒരു വാക്ക് ചോദിക്കാതെ സുകുമാരന്റെ ഷെയർ പിരിച്ചു കൊടുക്കുന്നത് ശരിയല്ലെന്ന് തന്നെയാണ് എന്റെയും അഭിപ്രായം. പക്ഷേ ആ സ്ത്രീ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. മാസത്തിൽ ഒരിക്കലെങ്കിലും അവരെനിക്ക് ഫോൺ ചെയ്യാറുണ്ടായിരുന്നു. പെട്ടെന്ന് അതും അങ്ങ് നിലച്ചു. ഞാൻ പിന്നെ ആ ബാലസുബ്രഹ്മണ്യത്തെ വിളിച്ചു നോക്കി. 2 പ്രാവശ്യവും ഫോൺ എടുത്തത് ഒരു സ്ത്രീ. ആരാ നിങ്ങളെന്ന് ചോദിച്ചപ്പോ ഐ ആം മിസ്സിസ് ബാലസുബ്രഹ്മണ്യം എന്ന് മറുപടി. അതായത് ബാലുവിന്റെ വിവാഹം കഴിഞ്ഞിരിക്കുന്നു. അതും എന്നെ അറിയിച്ചിട്ടില്ല. ഒടുവിൽ ഒരു ദിവസം ബാലു ഫോണിൽ വന്നു. ഐ ഡോണ്ട് നോ, ഷീ ലെഫ്റ്റ് കോയമ്പത്തൂർ, ഡോണ്ട് ആസ്ക് മീ എനിത്തിങ് മോർ എന്ന് പറഞ്ഞ് അയാൾ ഫോൺ കട്ട് ചെയ്തു. മകൻ അമ്മയെ കുറിച്ച് പറയുന്ന വാക്കുകൾ. അവർ കോയമ്പത്തൂരിൽ നിന്ന് പോയി. കൂടുതലൊന്നും എന്നോട് ചോദിക്കരുത്. ഞങ്ങൾ വക്കീലന്മാർ വരികൾക്കിടയിൽ വായിക്കുന്നവരാണ്. അധികാരം എങ്ങനെയോ ബാലു കൈയടക്കി. ഒരുപക്ഷേ അവന്റെ വിവാഹം വിശാലാക്ഷി അമ്മയുടെ ഇഷ്ടത്തോടെ ആയിരിക്കില്ല നടന്നത്. ഞാൻ അറിയുന്ന വിശാലാക്ഷി അമ്മാൾ അത്ര പെട്ടെന്ന് തോറ്റു കൊടുക്കുന്ന സ്ത്രീയല്ല. പിന്നെ അവർ കോയമ്പത്തൂർ ഇല്ലെന്ന് പറയാൻ എന്തായിരിക്കും കാരണം? ചേട്ടത്തി കോയമ്പത്തൂരിൽ ഇല്ലെന്നത് സത്യമാണ്. വടിവേലു എന്ന വേലക്കാരനാണ് ആ കാര്യം ഞങ്ങളോട് പറഞ്ഞത്. മുരുകൻ എവിടെയോ ജോലി കിട്ടിയ വിവരം ചേട്ടത്തി വടിവേലുവിനോടും മറ്റ് ജോലിക്കാരോടും പറഞ്ഞിരുന്നു. അതുകൊണ്ട് ചേട്ടത്തി മുരുകന്റെ കൂടെ ഉണ്ടാവാനാണ് സാധ്യത. ആ സ്ഥലം ഏതാണെന്ന് വടിവേലുവിന് അറിയാമോ? ഇല്ല. പോയതിനു ശേഷം ചേട്ടത്തി ആരുമായും കത്ത് വഴിയോ ഫോൺ വഴിയോ ബന്ധപ്പെട്ടിട്ടില്ല. വല്ലാത്ത ദുരൂഹത തന്നെ. എന്താണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്? അതെ, അമ്മയും മോളും കൂടി വക്കീലുമായിട്ട് എന്തോ രഹസ്യം സംസാരിക്കുന്നു. സുകുമാരൻ മുതലാളിയുടെ പേരിൽ എഴുതി വെച്ചിരിക്കുന്ന സ്വത്ത് കൂടി കേസ് കൊടുത്ത് തട്ടിയെടുക്കാനുള്ള പ്ലാൻ ആണോ ആലോചിക്കുന്നത്? ഒരു കാലത്ത് ഈ ഇന്ത്യ മഹാരാജ്യത്ത് മദ്യവിൽപ്പനയിൽ 1-ാം സ്ഥാനം പഞ്ചാബിനായിരുന്നു. ഒരു കുടിയൻ എന്ന നിലയിൽ അഭിമാനപൂർവ്വം ഞാൻ പറയുകയാണ്, നമ്മൾ മലയാളികൾ പഞ്ചാബികളെ തോപ്പിച്ച് മദ്യപാനത്തിൽ 1-ാം സ്ഥാനം പിടിച്ചെടുത്തു. അങ്ങനെ ഗോഡ്സ് ഓൺ കൺട്രി എന്നെ പോലുള്ള കുടിയന്മാരുടെ കൺട്രിയായി. കേഴുക പ്രിയ നാട്, നിർത്തടാ. മര്യാദക്കിരുന്ന് കുടിക്കാങ്കി ഇരുന്ന് കുടിച്ചോ. അയ്യോ, ആരത്? അനിരുദ്ധ മുതലാളിയോ? ഞാൻ അറിഞ്ഞില്ല. അച്ഛൻ വരൂ. മതി എന്റെ മാനം കെടുത്തിയത്. അച്ഛനെ കൂട്ടിക്കൊണ്ടുപോകാനാ ഞാൻ വന്നത്. എങ്ങോട്ട്? നമ്മുടെ വീട്ടിലേക്ക്. നമ്മുടെ വീട്? അങ്ങനെ ഒരു വീട് ഇല്ലല്ലോ. നീ 50 ലക്ഷം രൂപ കൊടുത്ത് മേടിച്ച നിന്റെ വീട് അല്ല, നിന്റെ അമ്മയുടെ വീട്. ആ വീടിന്റെ പടി ചവിട്ടാൻ എന്നെ അനുവദിക്കത്തില്ലെന്ന് നീയും നിന്റെ അമ്മയും പറഞ്ഞു. മോനെ പ്രസാദേ, ദേ നിന്റെ അച്ഛൻ പുകഞ്ഞ കൊള്ളി. അത് പുറത്തായത് നല്ലതെന്ന് വിചാരിക്കേ. അച്ഛൻ മര്യാദയ്ക്ക് എൻ്റെ കൂടെ വരുന്നോ അതോ അച്ഛനെ തൂക്കിയെടുത്തോണ്ട് പോണോ? നീ ബ്ലേഡ് കമ്പനി നടത്തുന്ന ആളല്ലേ. നിന്റെ കൂടെ ഒരു കൊട്ടേഷൻ പാർട്ടി കാണുമെന്ന് എനിക്കറിയാം. അവർ വിചാരിച്ചാ എന്നെ പൊക്കിയെടുക്കാൻ മാത്രമല്ല കൊന്ന് കായലിലെറിയാനും കഴിഞ്ഞേക്കും. അങ്ങനെ നീ എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോയാൽ അടുത്ത നിമിഷം ഞാൻ പുറത്തിറങ്ങും. ഇനി എൻ്റെ ഭാര്യ ഥൂ എന്ന് തുപ്പിത്തരുന്ന ഭക്ഷണം കഴിക്കാൻ ഞാനില്ല. ആത്മഹത്യ ചെയ്യാൻ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് എനിക്കറിയാവുന്ന ജോലി ചെയ്ത് എൻ്റേതായ രീതിയിൽ മാനമായിട്ട് ജീവിക്കാനാണ് എൻ്റെ തീരുമാനം. ഒരു വലിയ വീടാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അച്ഛന് ഒരു മുറിക്കകത്ത് ഞാൻ പൂട്ടിയിടും. അനുസരിച്ചില്ലെങ്കിൽ ചങ്ങലക്കിടും. ചങ്ങലക്കിട്ടാൽ ഞാൻ ആ മുറിയിൽ തന്നെ 1ഉം 2ഉം സാധിച്ചെന്ന് വരും. വീടാകെ നാറും. 50 ലക്ഷത്തിന്റെ വീട് എന്തിനാ മോനെ ഒരു ദുർഗന്ധ ഭവനമാക്കുന്നത്? പ്രസാദ് സാറേ, കഴിഞ്ഞ പ്രാവശ്യം സാർ ഇവിടെ വന്നപ്പോഴേ ഞാൻ പറഞ്ഞു ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കരുതെന്ന്. ഞാൻ സാറിന്റെ കീഴിൽ ജോലി ചെയ്യുന്ന സബ് കോൺട്രാക്ടറാണ്, സമ്മതിച്ചു. അതിന് കൃത്യമായി ഞാൻ പണം തരുന്നുണ്ട്. എന്റെ ഷാപ്പിൽ എനിക്ക് ഇഷ്ടമുള്ളൊരു ജോലി ചെയ്യും. അവരിൽ ഒരാൾ സാറിന്റെ അച്ഛനാണോ അമ്മാവനാണോ എന്നൊന്നും എനിക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ല. പിന്നെ കൊട്ടേഷൻ പാർട്ടിയായിട്ട് അക്രമം കാണിക്കാൻ വന്നാ ഞാനും എന്റെ ജോലിക്കാരും അടങ്ങിയിരിക്കുന്നു കരുതണ്ട.
എന്റെ അച്ഛനെ ആയുധമാക്കി എന്നെ തോൽപ്പിക്കാന്ന് വിചാരിക്കുന്ന എവന്റെ തലയടിച്ച് പൊളിക്കും. അടിച്ച് തകർക്കണം എന്റെ ഷാപ്പ്. എസ് ഐ സദാനന്ദനല്ലേ? ഞാൻ പ്രസാദ്. നേരത്തെ പ്രതീക്ഷിച്ച പോലെ തന്നെ പറഞ്ഞ കാര്യം നടന്നു. സംഭവം നടന്നു കഴിഞ്ഞു. നമുക്ക് സൗകര്യം പോലെ കാണാം. എൻ്റെ പുതിയ വീട്ടിലേക്ക് വന്നാൽ മതി. ഓക്കെ? വാ കേറ്. കേഴുക പ്രിയ നാടേ, കേഴുക പ്രിയ നാടേ. കേഴുക പ്രിയ നാടേ, കേഴുക പ്രിയ നാടേ. മിസ്റ്റർ സദാനന്ദൻ ഇങ്ങോട്ട് വന്നത് നന്നായി. എനിക്ക് വേണ്ടത് ചെയ്യാമല്ലോ. എന്താണ് അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മിസ്റ്റർ സദാനന്ദൻ അറിയാമല്ലോ, അബ്കാരി രംഗത്തെ കൊലകൊമ്പന്മാരെ പോലും തറ പറ്റിച്ചിട്ടാണ് ഞാൻ ഈ റേഞ്ച് പിടിച്ചത്. എൻ്റെ റേഞ്ചിൽ പെടുന്ന ഈ ഷാപ്പ് രാമകൃഷ്ണനാണ് നടത്തുന്നത്. നല്ല വിറ്റുവരവുള്ള ഷാപ്പാ. പക്ഷേ അവനിപ്പോൾ എനിക്ക് പണം തരാറില്ല. കുടിശ്ശിക ഒരുപാടായപ്പോൾ ഞാൻ ഷാപ്പിനകത്ത് കയറി എൻ്റെ പണം ഉടൻ തരണമെന്ന് പറഞ്ഞു. അവനൊരു കുപ്പിയെടുത്ത് അടിച്ചുടച്ച് കഠാര പോലെ കൂർത്ത കുപ്പിച്ചില്ലുമായി എൻ്റെ നേരെ ഒരു വരവ്. എൻ്റെ 2 ജോലിക്കാർ കൂടെ ഉണ്ടായിരുന്നു. തക്ക സമയത്ത് അവരെന്നെ പിടിച്ചു മാറ്റിയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അവനും അവൻ്റെ ജോലിക്കാരും ചേർന്ന് പിന്നെ അവിടെ ഒരു താണ്ഡവമായിരുന്നു. കള്ളുകുപ്പികളെല്ലാം അവർ തന്നെ തല്ലി തകർത്തു. എന്നിട്ട് എൻ്റെ കാറിൻ്റെ മുന്നിൽ വന്ന് വെളിച്ചപ്പാടനെ പോലെ ഒരു ഉറഞ്ഞു തുള്ളൻ. എൻ്റെ ഷാപ്പ് താനും തൻ്റെ റൗഡികളും ചേർന്നാണ് തല്ലി തകർത്തു എന്നും പറഞ്ഞ് ഞാൻ കേസ് കൊടുക്കും എന്നൊരു ഭീഷണി. ഇതിനിടയിൽ സാറിന്റെ അച്ഛൻ എങ്ങനെ വന്നു വിട്ടു? അത് പിന്നെ ഞാനും അച്ഛനും തമ്മിൽ ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം. ഇത് മണത്തറിഞ്ഞ് എന്നെ മനഃപൂർവ്വം അപമാനിക്കാൻ വേണ്ടി രാമകൃഷ്ണൻ അച്ഛനെ പ്രലോഭിപ്പിച്ച് ആ ഷാപ്പിൽ ജോലിക്ക് നിർത്തി. അതിൽ കൂടുതൽ അപമാനം ഞങ്ങൾക്ക് വരാനുണ്ടോ? സാറൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ. അത് ശരി. അപ്പൊ അവൻ ആള് ചില്ലറക്കാരനല്ല. സാറിനെ അവൻ കൊല്ലാൻ ശ്രമിച്ചു എന്നല്ലേ പറഞ്ഞത്? അറ്റംപ്റ്റ് ടു മർഡർ. ആ വകുപ്പിൽ തന്നെ അവനെ അങ്ങ് പൊക്കിയാലോ? കോടതി വരെയൊന്നും പോകേണ്ട കാര്യമില്ല. ഇത് മിസ്റ്റർ സദാനന്ദന് സ്റ്റേഷനിൽ വെച്ച് തന്നെ തീർക്കാവുന്നതേ ഉള്ളൂ. ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് സാർ പറഞ്ഞോളൂ. ഞാനത് ചെയ്തിരിക്കും. നോ ബാർഗൈനിങ്. കാര്യങ്ങൾ പ്രസാദ് സാറിന് അനുകൂലമായ വിധത്തിൽ സെറ്റിൽ ചെയ്തിട്ട് ഞാൻ വീണ്ടും വരാം. വെരി ഗുഡ്. അത് മതി.
ഈ വീട് സദാനന്ദൻ സാറിന് സ്വന്തം വീടാണെന്ന് കരുതാം. താങ്ക് യു മാഡം. ആ ആ കൊള്ള റാസ്കൽ, നീയും നിന്റെ ജോലിക്കാരും കൂടി എല്ലാം തല്ലി തകർത്തിട്ട് കുറ്റം മറ്റുള്ളവരുടെ തലയിൽ കെട്ടിവെക്കുന്നതാ. ഞാൻ പറഞ്ഞത് സത്യമാണ് സാർ. പ്രസാദ് സാറാണ് കൊട്ടേഷൻ പാർട്ടിയായിട്ട് വന്ന് ഷാപ്പ് അടിച്ച് തകർത്തത്. അദ്ദേഹത്തിന്റെ അച്ഛനെ എന്റെ ഷാപ്പിൽ ജോലിക്ക് നിർത്തിയതിന് എന്നോടുള്ള പക തീർത്തതാ. പ്രസാദിന്റെ അച്ഛനെ നീ ജോലിക്ക് നിർത്തിയത് അയാളെ അവഹേളിക്കാനല്ലേ? ഞാനും എന്റെ അച്ഛനും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ എന്റെ അച്ഛനും കൊടുക്കടാ നിന്റെ ഷാപ്പിലൊരു ജോലി. അയ്യോ, അങ്ങനെ അല്ല സാർ. അനിരുദ്ധ മുതലാളി വന്ന് എന്നോട് ആവശ്യപ്പെട്ടതുകൊണ്ടാ ഞാൻ ജോലി കൊടുത്തത്. അനിരുദ്ധം മുതലാളിയോ? തൊഴിലാളി എങ്ങനെയാടാ മുതലാളിയാകുന്നത്? ഒരു കാലത്ത് അദ്ദേഹം മുതലാളി ആയിരുന്നു സാർ. പ്രസാദ് സാർ ജനിക്കുന്ന കാലത്ത് അനിരുദ്ധ മുതലാളിക്ക് സ്വന്തമായിട്ട് 2 ഷാപ്പുകൾ ഉണ്ടായിരുന്നു. ആ പരിചയം കൊണ്ടല്ലേ രാജഗോപാലൻ മുതലാളിയുടെ മോളെ പ്രസാദ് സാറിന് കല്യാണം കഴിച്ചു കൊടുത്തത്. നീ പറയുന്ന കഥ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷെ നിന്റെ ഷാപ്പിൽ നടന്ന ബഹളത്തിന്റെ കാര്യത്തിൽ നീ പറയുന്നതിന് കടകവിരുദ്ധമായിട്ടാണ് ആ പ്രസാദ് പറയുന്നത്. പിന്നെ ഞാൻ പറയുന്നത് പോലെ ഒരു സ്റ്റേറ്റ്മെന്റ് എഴുതി തരുന്നോ, അതോ കൊലപാതക ശ്രമത്തിന് നിന്റെ പേരിൽ കേസ് ചാർജ് ചെയ്ത് നിന്നെ നാളെ കോടതിയിൽ ഹാജരാക്കണോ? അയ്യോ വേണ്ട സാർ, ഞാൻ സാറ് പറയുന്നത് പോലെ എഴുതി തരാം. കൊള്ളാം. വേദന കുറവുണ്ടോ? ആ ഡോക്ടറിന് വൈകിട്ട് വരും. ആ അയ്യോ, അച്ഛന്റെ തലയും മുറിഞ്ഞിരിക്കുന്നല്ലോ. കള്ളു ഷപ്പി കിടന്ന് തല്ല് കൂടേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അച്ഛന്? തല്ലുണ്ടാക്കിയത് ഞാനല്ല മോളെ, ഞാൻ തടസ്സം പിടിക്കാൻ പോയതാ. എൻ്റെ കഞ്ഞി പാറ്റയിടാൻ വേണ്ടി മനഃപൂർവ്വം പ്രസാദ് അവൻ്റെ റൗഡികളുമായി വന്ന് ഷാപ്പ് അടിച്ച് തകർക്കുകയായിരുന്നു. എന്നിട്ട് പോലീസ് കേസ് ചാർജ് ചെയ്തിരിക്കുന്നത് രാമകൃഷ്ണന്റെ പേരിലും. വാദി പ്രതിയായി. പ്രസാദ് അച്ഛനെയും പ്രതിപട്ടികയിൽ ചേർത്തിട്ടുണ്ടോ? ഇല്ലെന്ന് തോന്നുന്നു. അത്രയും ഒരു സൗജന്യം എൻ്റെ മോൻ ചെയ്തു തന്നു. അച്ഛനെ കുറെ കൂടി നല്ല ഹോസ്പിറ്റലിലേക്ക് മാറ്റാം. വിഷമിക്കണ്ട, എത്ര ചിലവ് വന്നാലും ഞാൻ കൊടുത്തോളാം. വേണ്ട മോളെ, ഇത് തന്നെ ധാരാളം. നീ എന്നെ കാണാൻ വന്നല്ലോ, അത് മതി. എനിക്ക് തൃപ്തിയായി. ആ, പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ കൂടി പറയാനാ ഞാൻ വന്നത്. അച്ഛൻ ഇനി കള്ളു ഷാപ്പിൽ ജോലിക്ക് പോകരുത്. രാമകൃഷ്ണന്റെ ഷാപ്പിലെന്നല്ല, ഒരു മദ്യഷോപ്പിലും നിൽക്കരുത്. അത് ശരിയല്ല. പിന്നെ അച്ഛൻ എന്റെ കൂടെ വന്ന് താമസിക്കണം. ഞാൻ തനിച്ചല്ല എന്ന് നാട്ടുകാരറിയണം. അച്ഛനെന്ന് തമാശയായി പറഞ്ഞതുപോലെ ഹോം നൈസായിട്ടല്ല, എന്റെ അച്ഛനായിട്ട്, എന്റെ കുഞ്ഞിന്റെ അപ്പൂപ്പനായിട്ട്. ഞാൻ വരാം മോളെ, തീർച്ചയായിട്ടും വരാം. ഒന്നുമില്ലെങ്കിൽ എൻ്റെ കൊച്ചുമോളെ ലാളിച്ച് അവളുടെ ചിരിയും കളിയും കണ്ട് മനസമാധാനത്തോടെ കഴിയാമല്ലോ. ഞാൻ പോയിട്ട് നാളെ വരാച്ച. ഞാൻ ചെന്നാലേ സുനിലിന്റെ അമ്മയ്ക്ക് ഇങ്ങോട്ട് വരാൻ പറ്റൂ. ശരി അച്ഛ.